നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് നെൽസൺ തോമസ്. ഇന്ന് ഞാൻ കണ്ട ഒരു വാർത്താ സമ്മേളനം വളരെ രസാവഹമായിരുന്നു. മാധ്യമപ്രവർത്തകരുടെ ചോദ്യവും അതിന് മറുപടി നൽകുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരന്റെ മറുപടിയും എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. മാധ്യമപ്രവർത്തകർ ആരോ ഒരാൾ ചോദിക്കുന്നു, ഇപ്പോൾ UP-ന്ന് അഘോരികളെയൊക്കെ ആണല്ലോ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറക്കുന്നത്. അദ്ദേഹത്തിന് എന്താണെന്ന് മനസ്സിലായില്ല. തൊട്ടടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചു, എന്താണ് അദ്ദേഹം ചോദിച്ചത് എന്ന്. പറഞ്ഞ അഘോരികൾ, അതുപോലെ തന്നെ നാഗസന്യാസിമാർ എന്നൊക്കെ അദ്ദേഹം കൊടുത്തു. അതോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. ഞാൻ ഒരു കുടുംബ മീറ്റിങ്ങിന് പോകുമ്പോൾ ഒരു കാറിൽ ഇവർ ഇരിക്കുന്നത് കണ്ടു. അവരെന്റെ പിന്നാലെ വന്നു. ഈ BJP-കാരനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് നിഷേധിക്കുന്ന ആ ശൈലി, ഞാൻ ആ വീഡിയോ ഇതിന്റെ കൂടെ വെക്കാം, വളരെ രസാവഹമായി എനിക്ക് തോന്നി. പറഞ്ഞു, എനിക്ക് അവരെ പറ്റി ഒന്നും ഒരു ഐഡിയ ഇല്ല, ഞാൻ വിളിച്ചിട്ടുമില്ല. എന്നിട്ട് അദ്ദേഹം അവരെന്നോട് വന്ന് ചോദിച്ചു, ഞാൻ പോയ കുടുംബ യോഗത്തിന് വരികയും എന്നോട് ചോദിച്ചു, എനിക്ക് കന്യാകുമാരി വരെ പോണം, അതിനുള്ള സാമ്പത്തികം പെട്രോൾ അടിക്കാനുള്ള കാശ് ചോദിച്ചപ്പോൾ പാവപ്പെട്ടവൻ പറയാ, ഞാൻ 500 രൂപ കൊടുക്കുകയുണ്ടായി. അപ്പൊ അദ്ദേഹം പറഞ്ഞ വളരെ തുറന്ന മനസ്സോടെ, കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൽ വലിയ വേറെ ഒരു മനസ്സുള്ള മനുഷ്യനായി എനിക്ക് തോന്നിയില്ല. അത് ഞാനല്ല കേട്ടോ. ഞാൻ അവിടുന്ന് നടന്നു പോകുമ്പോ ഇവര് ഒരു വണ്ടിയിൽ പോവായിരുന്നു. നിങ്ങൾ BJP-കാരനാണെന്ന് ചോദിച്ചു. അതേന്നും പറഞ്ഞു. ഞങ്ങള് ഉത്തർപ്രദേശിൽ നിന്ന് വരികയാണ്, കന്യാകുമാരിയിൽ പോവാണ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ പറഞ്ഞൊരു കുടുംബയോഗത്തിൽ പോകുന്നത്. അപ്പൊ എന്റെ പിന്നിലങ്ങ് വന്നു. ഞാൻ അവരെ അറിയില്ല. അവര് വന്ന് ഡീസലിന് കാശ് ചോദിച്ചു. ഞാൻ 500 രൂപ കൊടുത്തു. അവര് പോയി. അതിലൂടെ എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും, അഘോരികളെ പോലെയുള്ള സന്യാസി സമൂഹം കേരളത്തിൽ വരുന്നതിനോടോ ആ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതിനോ കേരളത്തിലെ ജനത്തിന് കഴിയില്ല എന്നുള്ളത് BJP-യുടെ നേതാക്കന്മാർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതിനെ ഒരു നെഗറ്റീവ് സെൻസായി കാണുകയല്ല. അതാണ് കേരളത്തിന്റെ സംസ്കാരം. ഈ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അഘോരികൾ ഇന്നലെ പറഞ്ഞത്, ഞങ്ങൾ തിരുവനന്തപുരത്ത് നിൽക്കുന്ന കരമനജ്, അതായത് BJP-യുടെ സ്ഥാനാർത്ഥിയെ കാണാൻ വന്നതാണ് എന്നാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹത്തിന്റെ പൊടി പോലും കണ്ടില്ല, അദ്ദേഹത്തിനെ ആ പരിസരത്ത് കാണാനുമില്ലായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും രസാവഹമായ കാര്യം. വാർത്താ സമ്മേളനം കണ്ടപ്പോൾ അതിലൊരു തമാശ രൂപേണയാണ് ചന്ദ്രശേഖരൻ, ആ പാവപ്പെട്ടവൻ നിഷ്കളങ്ക മനോഭാവത്തോടെ അദ്ദേഹത്തെ യഥാർത്ഥത്തിൽ അഘോരികൾ അദ്ദേഹത്തെ ട്രാപ്പിലാക്കിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.